ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക്, അതും ഗ്രീൻ പീസ് യൂസ് ആക്കിയിട്ട് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് നമുക്കൊരു 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് 6 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. ഗ്രീൻ പീസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് ഊറ്റി വെക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഊറ്റിയെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഒന്ന് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ 3 ലീഫ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മല്ലിച്ചപ്പാണ്. ഇതിന് പകരം നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങുന്ന മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. പിന്നെ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ മുഴുവനായിട്ടും അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ ഗ്രീൻ പീസ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മൈദ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്ലോറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാവ് ഒരു വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാക്കിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി എന്ന രീതിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം, അധികം കട്ടിയൊന്നും ഇല്ലാതെ. കാരണം ഇതൊന്നും കുക്ക് ചെയ്യാത്ത സാധനം ആയതുകൊണ്ട് കട്ടിയില്ലാതെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കട്ടെ. അതിനുശേഷം വേണം മറ്റുള്ളത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫ്രൈ ആക്കാനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ആക്കിയെടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഇതുപോലെ തിന്നായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് നന്നായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ ഇത് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് 2 വശവും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഗ്രീൻ പീസ് കൊണ്ടാകുമ്പോൾ പ്രത്യേകം വേറൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നിലക്കടല, വൈറ്റ് കാബുളിക്കടലയൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടല കൊണ്ട് ഇതുപോലെ ഒരു വട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നല്ല ചൂടോടെ കട്ടൻ ചായയോട് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. പുറത്ത് ഗോൾഡൻ ബ്രൗൺ കളറും അതുപോലെ ഉൾവശം നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും ഒരു നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.